സഹോദരി സഹോദരന്മാരെ, ബഹുമാനായ കേന്ദ്രമന്ത്രി മുതലപ്പൊഴിയുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ തുറമുഖത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുള്ള പദ്ധതിയാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് നടത്തിയ പഠനങ്ങളുണ്ട്. ആ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ തുറമുഖ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുന്നത്. എന്നാൽ ഈ പഠിച്ച വിദഗ്ധ സമിതി ആ പഠനം മാത്രമല്ല, അതോടൊപ്പം മത്സ്യത്തൊഴിലാളികള്, മത്സ്യബന്ധന യാന ഉടമകള്, ജനപ്രതിനിധികള് ഇവരുമായെല്ലാം ചർച്ച നടത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളത്. മുതലപ്പൊഴി മത്സ്യബന്ധന തുറമുഖത്തിൻ്റെയും ഈ പ്രദേശത്തിൻ്റെ ആകെയും വികസനത്തിന് കരുത്ത് പകരുന്നതാവും പുതുതായി ആവിഷ്കരിച്ചിരിക്കുന്ന ഈ പദ്ധതി എന്ന കാര്യത്തിൽ സംശയമില്ല. ഫിഷറീസ് വകുപ്പ് മത്സ്യ ബോർഡ് വഴി നടപ്പാക്കുന്ന ഗ്രൂപ്പ് ആക്സിഡന്റ് ഇൻഷുറൻസ് പദ്ധതി പ്രകാരം മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗത്വമുള്ള മത്സ്യത്തൊഴിലാളിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ വീതം ധനസഹായം നമുക്ക് നൽകാൻ കഴിഞ്ഞു. ഈ ഇൻഷുറൻസ് പ്രീമിയം പൂർണ്ണമായും സംസ്ഥാന ഗവൺമെന്റാണ് അടയ്ക്കുന്നത്. അതുകൊണ്ട് ഈ പദ്ധതി പൂർണ്ണമായും സൗജന്യമാണ്. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇത്തരത്തിലുള്ളൊരു പദ്ധതി ഇല്ല എന്നത് കേരളത്തെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന കാര്യമാണ്. കൂടാതെ മത്സ്യഫെഡ് മുഖേന നടപ്പാക്കുന്ന ഇൻഷുറൻസ് പദ്ധതി മുഖേനയും ധനസഹായം നൽകി വരുന്നു. വെറും 509 രൂപ മാത്രം അടച്ച് പദ്ധതിയിൽ അംഗങ്ങളാകുന്ന മത്സ്യത്തൊഴിലാളിക്ക് അപകടമരണം സംഭവിച്ചാലോ സ്ഥിരമായ പൂർണ്ണ അംഗവൈകല്യം സംഭവിച്ചാലോ 10 ലക്ഷം രൂപയും, മരണാനന്തര ചടങ്ങുകൾക്കായി 5000 രൂപയും, ആംബുലൻസ് ചെലവിന് 5000 രൂപയും, മരണപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായമായി പരമാവധി 1 ലക്ഷം രൂപ വരെ നമ്മൾ നൽകി വരുന്നു. ഇങ്ങനെയുള്ള പദ്ധതികൾ ധാരാളം ഈ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മുതലപ്പൊഴിയുടെ കാര്യത്തിൽ ഇത്രയും സമഗ്രമായിട്ട് ഇതിൻ്റെ DPR സമർപ്പിച്ച സംസ്ഥാന ഈ വകുപ്പിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അത് മാത്രമല്ല, ഈ കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ കാസർഗോട്ടെ ഹാർബർ, പുതിയാപ്പയിലെ ഹാർബർ, കൊയിലാണ്ടിയിലെ ഹാർബർ, പൊന്നാനിയിലെ ഹാർബർ, അർത്തങ്കിലെ ഹാർബർ, ഇതെല്ലാം തന്നെ കേന്ദ്രവും സംസ്ഥാനവും കൂടി അത് ഡെവലപ്പ് ചെയ്യുകയാണ്. മുതലപ്പൊഴി പദ്ധതി സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി പരിശ്രമം നടത്തിയ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഇത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന തുറമുഖമായി മാറുകയാണ്. ഒരു സമഗ്ര വികസന പദ്ധതിയാണ്. ഇതിന് എല്ലാവിധ ആശംസകളും